നമ്മുടെ വാഴാനി ഡാമിൻ്റെ പരിസരത്ത് ദിവസങ്ങളായി ഒരു ആന തമ്പടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ സ്ഥിതി പരിശോധിക്കുമ്പോൾ മുൻകാലുകളിൽ ഒരു വ്രണം രൂപപ്പെട്ടിട്ടുണ്ട്. എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന് നടക്കാൻ യാതൊരു നിവൃത്തിയില്ല. ആ ഒരു സ്റ്റേജിലുമാണ്. വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഡാമിൻ്റെ പരിസരത്ത് വെള്ളം ഉള്ള സ്ഥലത്തേക്ക് ഇറങ്ങി വെച്ച് വെള്ളം കുടിക്കും. വീണ്ടും ഈ നിൽപ്പ് തന്നെ ആണ്. അതിന് പോകാൻ പറ്റുന്നില്ല. ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല. അപകട നിലയിലാണ്. ഈ രീതി കുറച്ച് ദിവസം കൂടി ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ ആന ചരിയുന്നതിനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അധികാരികളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞാൽ വനംവകുപ്പുകാർ വന്ന് നോക്കി എന്ന് അടുത്തുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ ആ നോട്ടം കൊണ്ട് മാത്രം തീരില്ല. ആനയ്ക്ക് വേണ്ടുന്ന ചികിത്സ കൊടുത്ത് അതിനെ ഭേദപ്പെടുത്തി വീണ്ടും ഊർജ്ജസ്വലനാക്കുന്നതിനുള്ള നടപടിയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അതിന് ഡോക്ടർ വരണം, അതിനെ ചികിത്സിക്കണം. കൂടാതെ ഇതിന് ഷെൽട്ടർ ഉണ്ടാക്കണം. ഷെൽട്ടറിൽ പാർപ്പിച്ചുകൊണ്ട് വേണം ഇതിനെ നടപടിയെടുക്കാനായിട്ട്. മൃഗമാകുമ്പോൾ കാലിൽ വ്രണം വന്നു കഴിഞ്ഞാൽ അവിടെ പുഴുക്കളുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ അധിക ദിവസം വേണ്ട ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകാനായിട്ട്. ഇത് മിണ്ടാപ്രാണിയാണ്. ഒരു മിണ്ടാപ്രാണിയെ അപകടത്തിലേക്ക് വിടുന്ന ഒരവസ്ഥ ഉണ്ടാവരുതെന്ന് എല്ലാവരുടെയും ആവശ്യമാണ്. ജനത്തിൻ്റെ ആവശ്യമാണ്. ആ മുണ്ടാപ്രാണിയോട് ഒരു കരുണ കാണിക്കണമെന്നും വേണ്ടുന്ന ചികിത്സ ഉടനെ കൊടുക്കണമെന്നും അതിന് മരുന്ന് മാത്രമല്ല, ഇപ്പോൾ ഫുഡ് കഴിക്കാണ്ട് ഇരിക്കുകയാണ്, ആഹാരം വേണ സമയത്ത് ഇതൊക്കെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉടനെ അസുഖബാധനായിട്ട് വീണു പോകുന്നതിനുള്ള അവസ്ഥയുണ്ട്.